സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികൾക്ക് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നല്ലോണം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളെ വാട്സപ്പിലോ അല്ലെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് അയച്ചു തരുന്നതൊക്കെ ആയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളായിരിക്കും. അപ്പോൾ ഏത് ചോദ്യം പഠിക്കണം, എന്ത് ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ മോഡൽ പരീക്ഷയിലെ ചോദ്യങ്ങൾ നിങ്ങൾ എന്തായാലും എല്ലാ സബ്ജക്റ്റും മാത്സ് അല്ല എല്ലാ സബ്ജക്റ്റും എന്ത് ചെയ്യണം, മോഡൽ പരീക്ഷയിലെ ചോദ്യങ്ങൾ എന്താണോ അത് കൃത്യമായി നിങ്ങൾ നോക്കണം. അതിന്റെ ആൻസർ കീ പരിശോധിക്കണം. അതേപോലെയുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് മെയിൻ എക്സാമിന് വരിക എന്നുള്ളത്. അതിൽ ചെറിയ ടിസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ട് അതേപോലെയുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് എടുക്കേണ്ടത്. ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് കുട്ടികളൊക്കെ അയച്ചു തരുന്നുണ്ട്, ഒരുപാട് ചോദ്യങ്ങൾ. കാരണം എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ കാട് കയറി പോയി പഠിക്കുന്നതിനപ്പുറം നിങ്ങൾ ഈ മോഡൽ ചോദ്യ പേപ്പറിൽ വന്നു പോയ ചോദ്യങ്ങളോട് സാമ്യമുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾ ശരിക്കും പരിശോധിക്കേണ്ടതെന്ന് മനസ്സിലാക്കുക. ഒരുപാട് സമയം നിങ്ങൾക്ക് ഇല്ല എന്നുള്ളത് അത് നോക്കിയിട്ട് നിങ്ങൾ പരിശോധിക്കുക എന്നുള്ളതാണ്. വെറും 4 ദിവസങ്ങളാണ് നമുക്കുള്ളത്. 5-ാം തീയതി നമ്മുടെ പരീക്ഷയാണ്. 5-ാം തീയതി ഒന്നാമത്തെ പരീക്ഷ. എല്ലാ പരീക്ഷയുടെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടാവും. ഇന്നും നാളെയും ഇപ്പൊ നിങ്ങൾ ഫസ്റ്റ് ലാംഗ്വേജ് പേപ്പർ 1ഉം പേപ്പർ 2 ഒക്കെ നിങ്ങൾ പഠിച്ച് തീർന്നിരിക്കണപ്പോഴൊക്കെ ബാക്കി സബ്ജക്റ്റുകൾ നിങ്ങൾ റിവിഷൻ ഉണ്ടാകും. അതോടൊപ്പം ഓരോ പരീക്ഷന്റെ ഇടയിൽ വരുന്ന ദിവസം മറ്റ് സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് റിവിഷൻ ഒക്കെ നടത്താം. ഏതായാലും ഇതിലൊരു ചോദ്യം നോക്കി, എളുപ്പമുള്ള ചോദ്യം, ഉറപ്പായി വരുന്ന ഒരു ചോദ്യം ഉണ്ട്. സ്ലോപ്പ് കാണാനുള്ള ചോദ്യം ഉണ്ടാവും. ഒരു ചോദ്യം എങ്ങനെയാണ്, -1 and 27 are 2 points on a line. ഒരു പോയിന്റിന്റെ മുകളിൽ ഒരു ലൈനിന്റെ മുകളിലുള്ള 2 പോയിന്റ് തരും. ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദി ലൈൻ. അതുപോലെ റൈറ്റ് ദി കോർഡിനേറ്റ്സ് ഓഫ് എനി അതർ പോയിന്റ് ഓൺ ദിസ് ലൈൻ. ഈ പോയിന്റിന്റെ ഈ ലൈനിന്റെ മുകളിലുള്ള വേറെ കോർഡിനേറ്റ്സ് എഴുതാണ്ടാവും. പ്രൂവ് ദാറ്റ് ഫോർ എനി നമ്പർ ഓഫ് എക്സ് ദി പോയിന്റ് എക്സ് 2x + 3 ഈസ് ഓൺ ദിസ് ലൈൻ. വേറെ 2 പോയിന്റ് തന്നാണ്, x 2x + 3 എന്നാണ് പോയിന്റ് തന്നിട്ടുള്ളത്. അത് ഈ ലൈനിന്റെ മുകളിലാണെന്ന് തെളിയിക്കണം. ഫസ്റ്റ് സ്ലോപ്പ് ആണ് നിങ്ങൾ ഒന്നാമത്തെ ചോദ്യം. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ഇൻ y ഡിവൈഡഡ് ബൈ ഡിഫറൻസ് ഇൻ x. അപ്പോൾ ഇവിടെ 7 - 1/2 -1 വരും. 7 - 1 എന്ന് പറഞ്ഞാൽ 6 എന്നാവും. 2 - -1 എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വരുമ്പോൾ പോസിറ്റീവ് ആയിട്ട് 3 എന്നാവും. 6/3 = 2 എന്ന് കിട്ടും സ്ലോപ്പ്. രണ്ടാമത്തത്, അപ്പൊ സ്ലോപ്പ് കാണാൻ ഉറപ്പായിട്ട് ചോദ്യം ഉണ്ടാവും. ഡിഫറൻസ് ഇൻ y ഡിവൈഡഡ് ബൈ ഡിഫറൻസ് ഇൻ x. അത്രയും നിങ്ങൾ ഓർത്തിക്കേണ്ട കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം ഉള്ളത്, ഈ ലൈനിലെ വേറൊരു പോയിന്റ് കണ്ടെത്താനുണ്ടാവും. അതെങ്ങനെ കണ്ടെത്താന്ന് വെച്ചാൽ നിങ്ങൾ സ്ലോപ്പ് കണ്ടെത്തുന്നു. സ്ലോപ്പിൽ ഡിഫറൻസ് ഇൻ y ഇവിടെ 2 എന്ന് കിട്ടി, അതായത് 2/1 ആണ് വരിക. അപ്പൊ ഡിഫറൻസ് ഇൻ y 2 ആണ്, ഡിഫറൻസ് ഇൻ x 1 ആണ്. അപ്പൊ എന്ത് ചെയ്യണം, ഇതിലുള്ള പോയിന്റിന്റെ കൂടെ ഇപ്പം 2, 7 എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്, നിങ്ങൾ ഓൾറെഡി തന്നിട്ടുണ്ട്. 2, 7 തന്നിട്ടുണ്ട്. അപ്പൊ വേറൊരു പോയിന്റ് നിങ്ങൾക്ക് കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം, ഇതിലത്തെ സ്ലോപ്പ് ഇതിനോട് ആഡ് ചെയ്തു പോകണം. എങ്ങനെ ആഡ് ചെയ്യാം, എക്സിലെ ഡിഫറൻസ് എക്സിനോട് ആഡ് ചെയ്യുക, വൈയിലെ ഡിഫറൻസ് വൈനോട് ആഡ് ചെയ്യുക. അപ്പോൾ 7 എന്ന് പറഞ്ഞ പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എക്സിലെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 1 ആണ്, അത് 2 ആഡ് ചെയ്യുക 3 എന്നാവും. 7 എന്ന് പറഞ്ഞ പോയിന്റ് y ആണ്, വൈനോട് എന്ത് ചെയ്യുക, വൈലത്തെ ഡിഫറൻസ് ആണ് 2 ആണ്, ആ 2 ആഡ് ചെയ്യുക. അങ്ങനെ 3, 9 എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ടാവും. അടുത്തൊരു പോയിന്റ് വീണ്ടും ഉണ്ടാക്കാൻ വേണ്ടി വന്നാൽ എന്ത് ചെയ്യണം, എക്സിലെ ഡിഫറൻസ് വെറുതെ എക്സ് കൊണ്ട് ആഡ് ചെയ്യുക. അപ്പോൾ 2/1 1 ഇവിടെ ആഡ് ചെയ്യുക, 4 എന്നാവും. 4 11 എന്നാവും. 9നോട് 2 ആഡ് ചെയ്യുക. അപ്പോൾ അത്രേ ചെയ്യേണ്ടിയുള്ളൂ. ആ ഒരു എന്താ പറയാ, ലൈനിലുള്ള എക്സ്ട്രാ പോയിന്റ് കാണാൻ വേണ്ടി പറഞ്ഞാൽ സ്ലോപ്പ് കണ്ടിട്ട് എന്ത് ചെയ്യണം, സ്ലോപ്പിലെ വൈലെ ഡിഫറൻസ് ഇവിടുത്തെ വൈനോട് ആഡ് ചെയ്യുക, എക്സിൽ ഡിഫറൻസ് എക്സിനോട് ആഡ് ചെയ്യുക. അത്ര പണിയുള്ളൂ. അതോടെ ഒരു ലൈനിലുള്ള പോയിന്റുകൾ കണ്ടെത്താം. ഇനി പരീക്ഷ എങ്ങനെയും ചോദ്യം ഉണ്ടാകും. 3 പോയിന്റ് നിങ്ങൾക്ക് തരും. ഇതെല്ലാം ഒരു ലൈനിന്റെ മുകളിലാണോ ചെക്ക് ചെയ്യാൻ. അപ്പൊ എന്ത് കണ്ടാൽ മതി,